ട്രംപ് ചങ്ങലക്കിട്ട് കയറ്റിവിട്ടവരിൽ എന്തുകൊണ്ടാണ് സൗത്ത് ഇന്ത്യക്കാർ കുറവ് എന്നതാണ് ഈ വീഡിയോ. അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റായി അധികാരമേറ്റതിന് പിന്നാലെ നടത്തിയിട്ടുള്ള മാറ്റങ്ങളിൽ അല്ലെങ്കിൽ ഒപ്പിട്ടിട്ടുള്ള എക്സിക്യൂട്ടീവ് ഓർഡറുകളിൽ ഇന്ത്യയിൽ ഏറ്റവും അധികം ചർച്ചയായത് അനധികൃത കുടിയേറ്റക്കാരെ നാട് കടത്താനുള്ള തീരുമാനമാണ്. കാരണം അത്തരത്തിൽ നാട് കടത്തപ്പെടുന്നവരിൽ നല്ലൊരു ശതമാനം അനധികൃത കുടിയേറ്റക്കാർ ഇന്ത്യക്കാർ എന്നതുകൊണ്ട് കൂടിയാണ് അതിവിടെ ഇങ്ങനെ ചർച്ചയായത്. അങ്ങനെ നാട് കടത്തപ്പെട്ട ഇന്ത്യക്കാരെ മണിക്കൂറുകളോളം ചങ്ങലക്കിടുന്നു. US എയർഫോഴ്സിന്റെ വിമാനം ഇന്ത്യയിൽ ഇറങ്ങുന്നു. ഇതെല്ലാം വലിയ രാഷ്ട്രീയ വിഷയങ്ങളായി മാറിയിരിക്കുകയാണ്. എന്നാൽ നമ്മുടെ വിഷയം അതൊന്നുമല്ല. നാട് കടത്തപ്പെട്ട അനധികൃത കുടിയേറ്റക്കാരിൽ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിൽ നിന്നുള്ളവർ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. വിശേഷാൽ കേരളം, തമിഴ്നാട്, കർണാടകം, ആന്ധ്ര എന്നിവിടങ്ങളിൽ നിന്നും ഒരാൾ പോലും ഇല്ല എന്ന് തന്നെ പറയാം. എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്നതാണ് ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത്. അമേരിക്കയിലുള്ള ഇന്ത്യക്കാരിൽ H1B വിസകളിൽ ഏറ്റവും കൂടുതലുള്ളത് സൗത്ത് ഇന്ത്യക്കാരാണ്. 2023 കണക്കുകൾ പ്രകാരം ഇന്ത്യൻ H1B ഹോൾഡേഴ്സിൽ 70% പേരും തെലങ്കാന, കർണാടകം, തമിഴ്നാട് എന്നിവിടങ്ങളിൽ നിന്നുള്ളവരായിരുന്നു. ഇല്ലീഗൽ ഇമിഗ്രൻസ് ആകട്ടെ എല്ലാവരും നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിൽ നിന്നാണെന്ന് പറയാം. 2023 സാമ്പത്തിക വർഷത്തിൽ മെക്സിക്കോ അതിർത്തിയിൽ 16,290 ഇന്ത്യൻ പൗരന്മാരെ പിടികൂടിയതായി US കസ്റ്റംസ് ആൻഡ് ബോർഡർ പ്രൊട്ടക്ഷൻ റിപ്പോർട്ട് ചെയ്യുന്നു. ഇതിൽ 90% പേരും പഞ്ചാബിൽ നിന്നും ഗുജറാത്തിൽ നിന്നുമാണ്. ബാക്കി 10% UP, ഹരിയാന ഉൾപ്പെടെയുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് ഉള്ളവർ തന്നെ. ഇപ്പോൾ തന്നെ ഇതിനെപ്പറ്റി ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിക്കാണുമല്ലോ. ഇന്ത്യൻ കുടിയേറ്റക്കാരുടെ ഒരു കേന്ദ്രമായി അമേരിക്ക മാറിയിട്ട് വളരെ കാലമായി. 4.6 ബില്യണിലധികം ഇന്ത്യൻ അമേരിക്കൻ വംശജരുണ്ട് എന്നാണ് കണക്ക്. അമേരിക്കൻ ഐക്യനാടുകളിൽ അതിവേഗം വളരുന്ന വംശീയ വിഭാഗങ്ങളിൽ ഒന്നാണ് ഇക്കൂട്ടർ. നിയമപരമായി അമേരിക്കയിലേക്ക് കുടിയേറുന്നവരിൽ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിൽ നിന്നുള്ള നിരവധി ആളുകളുണ്ട്. അതിന് കണക്കുകൾ ഇപ്പോൾ പറഞ്ഞല്ലോ. എന്നാൽ അനധികൃത കുടിയേറ്റത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഇന്ത്യൻ കുടിയേറ്റക്കാരുടെ കാര്യം നോക്കിയാൽ അതിൽ സൗത്ത് ഇന്ത്യക്കാർ തീരെ ഇല്ല എന്ന് തന്നെ പറയാം. അനധികൃത കുടിയേറ്റക്കാർ പ്രധാനമായും പഞ്ചാബ്, ഗുജറാത്ത്, ഹരിയാന തുടങ്ങിയ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ്. ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് നാട് കടത്തപ്പെട്ടുള്ളവരുടെ സ്റ്റേറ്റ് തിരിച്ചുള്ള കണക്കൊക്കെ നോക്കിയാൽ തന്നെ അക്കാര്യം ആർക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. എന്തുകൊണ്ടാണ് അനധികൃത കുടിയേറ്റക്കാരിൽ ഈ പ്രാദേശികമായ ഈ നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ അസന്തുലിതാവസ്ഥ ഉണ്ടായത്? സോഷ്യോ എക്കണോമിക്കൽ ആയിട്ടുള്ള കാരണങ്ങൾ, ഹിസ്റ്റോറിക്കൽ, കൾച്ചറലൊക്കെ ആയിട്ടുള്ള നിരവധി കാരണങ്ങൾ ഇതിന്റെ പിറകിലുണ്ട്. US ഇന്ത്യൻ കുടിയേറ്റം പല ഘട്ടങ്ങളായാണ് സംഭവിച്ചത്. ആദ്യഘട്ടത്തിൽ, അതായത് 20ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ അമേരിക്കയിലേക്ക് കുടിയേറിയവരിൽ കൂടുതലും പഞ്ചാബി കർഷകരും തൊഴിലാളികളുമായിരുന്നു. അവരിൽ പലരും പ്രധാനമായും കാലിഫോർണിയയിലെ കാർഷിക മേഖലയിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. 1917 ഏഷ്യാറ്റിക് ബാർഡ്സോൺ ആക്ട്, അതുപോലെ തന്നെ 1923 യുണൈറ്റഡ് സ്റ്റേറ്റ് വേഴ്സസ് ഭഗവത് സിംഗ് ഡിസിഷൻ തുടങ്ങിയ വിവേചനപരമായ നിയമങ്ങൾ കാരണം 1965 വരെ ഈ കുടിയേറ്റത്തിന്റെ ഒരു ഫ്ലോ നിന്നു. തദ്ദേശീയ വംശജർക്കുള്ള തൊഴിൽ ക്വാട്ടകൾ ഉറപ്പുവരുത്തുന്ന ഹാർട്ട്സെല്ലർ ആക്ട് അബോളിഷ് ചെയ്യപ്പെട്ടതോടെയാണ് പ്രധാനമായും സൗത്ത് ഇന്ത്യയിൽ നിന്നുള്ള വൈദഗ്ധ്യമുള്ള പ്രൊഫഷണലുകൾക്ക് കുടിയേറാൻ സാധിച്ചത്. 1965 ശേഷമുള്ള കാലഘട്ടത്തിലാണ് സൗത്ത് ഇന്ത്യക്കാരുടെ ഒരു കുടിയേറ്റം ഉണ്ടാവുന്നത് എന്ന് പറയാം. പ്രൊഫഷണലുകളാണ് ഈ ഒരു അമേരിക്കയിലേക്ക് കുടിയേറിയത്. ഈ കുടിയേറ്റമാട്ടെ പൂർണ്ണമായും നിയമപരമായുള്ള കുടിയേറ്റമായിരുന്നു. പ്രത്യേകിച്ച് IT, എഞ്ചിനീയറിംഗ്, മെഡിക്കൽ രംഗത്തേക്കാണ് ഈ മലയാളികൾ ഉൾപ്പെടെയുള്ള സൗത്ത് ഇന്ത്യക്കാർ കുടിയേറ്റം നടത്തിയത്. ഇതേസമയം നേരെ ഓപ്പോസിറ്റ് സാഹചര്യമാണ് നോർത്ത് ഇന്ത്യയിൽ നിന്നും ഉണ്ടായത്. സ്കിൽഡ് വർക്ക്, ഡ്രൈവർ ഒക്കെ പോലെയുള്ള മേഖലയിലേക്കാണ് നോർത്ത് ഇന്ത്യക്കാർ പ്രധാനമായും ഫോക്കസ് ചെയ്തു പോയത്. വ്യവസ്ഥാപരമായ തടസ്സങ്ങൾ, ജോലി സാധ്യത, ജോലി സ്ഥിരത എന്നിവയിലൊക്കെയുള്ള പല സാങ്കേതികതകൾ കാരണം വലിയൊരു വിഭാഗത്തിന് നിയമപരമായ കുടിയേറ്റം സാധ്യമാകാതെ വന്നു. അതോടെ ഇക്കൂട്ടർ അനധികൃത കുടിയേറ്റത്തിലേക്ക് പൂർണ്ണമായും തിരിഞ്ഞു. നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ രൂപപ്പെട്ട ചില സാഹചര്യങ്ങളും ഈ അനധികൃത കുടിയേറ്റത്തിന് യുവാക്കളെ പ്രേരിപ്പിച്ചു എന്ന് പറയാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കാർഷിക പ്രതിസന്ധിയാണ്. പിതാവിന്റെ ഒരേക്കർ ഭൂമി 10 മക്കൾക്ക് വിഭജിച്ചു കിട്ടുന്നത് പോലുള്ള സാഹചര്യം പരമ്പരാഗത കാർഷിക കുടുംബങ്ങളെ വലിയ രീതിയിൽ ബാധിച്ചു. അതോടൊപ്പം കടം, കാലാവസ്ഥാ വ്യതിയാനം, വിളകൾക്ക് വില കിട്ടാതിരിക്കൽ എന്നിവയൊക്കെ കാരണം പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലൊക്കെ ഉണ്ടായ കടുത്ത കാർഷിക ദുരന്തം, അങ്ങനെ തന്നെ പറയാം, അത് ഇവരെ ബാധിച്ചു.
രാജ്യത്ത് നടക്കുന്ന കാർഷിക ആത്മഹത്യകളുടെ സംസ്ഥാനം തിരിച്ചുള്ള കണക്കുകൾ എടുത്തു നോക്കുക. പ്രതിവർഷം 10,000-ലധികം കർഷക ആത്മഹത്യകൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നടക്കുന്നു എന്നാണ് കണക്കുകൾ. ഇത് യുവാക്കളിൽ, വിശേഷാൽ മധ്യവർഗ യുവാക്കളിലൊക്കെ ഒരു ഡു ഓർ ഡൈ എന്ന സിറ്റുവേഷൻ ഉണ്ടാക്കി. മെഡിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദങ്ങളൊന്നും ഇവർക്കില്ല. എളുപ്പത്തിൽ അമേരിക്കയിലേക്ക് നിയമപരമായ കുടിയേറ്റം നടത്താനുള്ള ഒരു സാഹചര്യവുമില്ല. പിന്നെ ആകെയുള്ള വഴി കയ്യിലുള്ള ഭൂമി വിറ്റ് ചില ഏജന്റുമാർക്ക് കാശ് കൊടുത്ത് കുപ്രസിദ്ധമായ ഡോങ്കി റൂട്ടിലൂടെ അമേരിക്ക പിടിക്കുക എന്നുള്ളതാണ്. ഇക്വഡോർ, മെക്സിക്കോ, അതല്ലെങ്കിൽ ഡാരിയൻ ക്യാപ്പ് വഴി പോകുന്ന കുപ്രസിദ്ധമായ ഒരു റൂട്ടാണ് ഇത്. 2022 US മെക്സിക്കോ അതിർത്തിയിൽ 12,000 നോർത്ത് ഇന്ത്യക്കാരെയാണ് ഈ റൂട്ടിലൂടെ എത്തിയപ്പോൾ പിടിച്ചത് എന്ന് മനസ്സിലാക്കുക. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ യുവാക്കളുടെ, അതായത് 24 വയസ്സ് വരെ പ്രായമുള്ളവരുടെ തൊഴിലില്ലായ്മ 20% മുകളിലാണ്. കർണാടകയിൽ അത് 7.3%, തമിഴ്നാട്ടിൽ 12.5% ഒക്കെയാണ്. അതായത് പൊതുവെ സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളെക്കാൾ കൂടുതലാണ് ഉത്തരേന്ത്യയിലെ തൊഴിലില്ലായ്മ എന്ന് പറയാം. ഇതും അനധികൃത കുടിയേറ്റത്തിന്റെ ആഴം വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇനി സാക്ഷരതാ നിരക്കുകൾ നോക്കുക. സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉയർന്ന സാക്ഷരതാ നിരക്കുകൾ കാണാം. കേരളം 96%, തമിഴ്നാട് 80% എന്നിങ്ങനെ. നോർത്ത് ഇന്ത്യയിലേക്ക് നോക്കുക. ബീഹാർ 70%, ഉത്തർപ്രദേശ് 73% എന്നൊക്കെയാണ് സാക്ഷരതാ നിരക്കിന്റെ കണക്കുകൾ. ഉത്തരേന്ത്യയിലെ വികസനം എന്നൊക്കെ പറഞ്ഞ് പലരും പറയുമെങ്കിലും ഉത്തരേന്ത്യൻ ഗ്രാമീണ മേഖലകളൊക്കെ ശോകമാണ്. ചില നഗരങ്ങൾ മാത്രമാണ് വ്യാവസായികമായൊക്കെ വികസിച്ചിട്ടുള്ളത്. സൗത്ത് ഇന്ത്യയിൽ വൈവിധ്യമായ മേഖലകളിൽ പലതരം വ്യവസായങ്ങളൊക്കെ കാണാം. ഉദാഹരണത്തിന് ബംഗളൂരുവിന്റെ സാങ്കേതിക മേഖല, തമിഴ്നാടിന്റെ ഉൽപാദന മേഖല, കേരളത്തിലെ ടൂറിസം എന്നിങ്ങനെ വൈവിധ്യമായ മേഖലകൾ കാണാം. എന്നാൽ ഉത്തരേന്ത്യയിലെ പ്രധാന പട്ടണത്തിന് പുറത്ത് കൃഷി മാത്രമാണ് എല്ലാവരുടെയും പ്രധാന ആശ്രയം. സൗത്ത് ഇന്ത്യയിൽ ശക്തമായ സാങ്കേതിക വിദ്യാഭ്യാസ രംഗം നിലനിൽക്കുന്നുണ്ട്. എഞ്ചിനീയർമാർ, ഡോക്ടർമാർ, നഴ്സുമാർ തുടങ്ങി കാറ്ററിംഗ്, ഹോസ്പിറ്റാലിറ്റി, ടൂറിസം തുടങ്ങിയ വിവിധ മേഖലകളിൽ സാങ്കേതിക പരിശീലനം ലഭിക്കുന്നവരാണ് സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിൽ നിന്നുള്ളവർ. ഇവർ നിയമപരമായ വഴികളിലൂടെ അമേരിക്കയിലേക്ക് കുടിയേറുന്നു. അതേസമയം വടക്കൻ സംസ്ഥാനങ്ങൾ ഗുണനിലവാരമുള്ള തൊഴിൽ പരിശീലനത്തിൽ വളരെ പിന്നിലാണ്. അതുകൊണ്ട് തന്നെ അവിടെ നിന്നുള്ള ഒരു യുവാവിന് ലീഗലായുള്ള ഒരു കുടിയേറ്റത്തിന്റെ സാധ്യതയും തീരെയില്ല എന്ന് തന്നെ പറയാം. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസം, ക്ഷേമം എന്നിവയിൽ കൂടുതൽ നിക്ഷേപം നടത്തുന്നു. ഉദാഹരണത്തിന് കേരളത്തിന്റെ പൊതുജനാരോഗ്യ മാതൃക നോക്കുക. അതേസമയം ഗ്രാമീണ ദാരിദ്ര്യം ലഘൂകരിക്കുന്നതിൽ പരാജയപ്പെടുന്ന തൊഴിലുറപ്പ് പോലുള്ള പദ്ധതികൾ പോലും കാര്യക്ഷമമില്ലാത്ത രീതിയിലാണ് മിക്ക നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിലും നടപ്പിലാക്കുന്നത്. ഉത്തരേന്ത്യയിലെ അനധികൃത കുടിയേറ്റക്കാരിലും ജാതിയുടേതായ ഒരു ഫാക്ട് നമുക്ക് കാണാം. ഉത്തരേന്ത്യയിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹങ്ങൾ, ഉദാഹരണത്തിന് ദളിതർ, ജാട്ടുകളൊക്കെ ഈ ഒരു സാമൂഹിക അവസ്ഥ കാരണം വിദേശത്തേക്ക് തൊഴിലവസരങ്ങൾ നേടാൻ പ്രേരിപ്പിക്കുന്നു. ദളിതന് കുതിരപ്പുറത്ത് കയറിപ്പോയി കല്യാണം കഴിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായി എന്നൊക്കെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഈ വാർത്തകളൊക്കെ കണ്ടു കാണുമല്ലോ. അതൊക്കെ തന്നെയാണ് കാര്യങ്ങൾ. മറ്റൊരു രസകരമായ കാര്യം കൂടിയുണ്ട്. ഉത്തരേന്ത്യയിൽ നിന്നുള്ള കുടിയേറ്റങ്ങൾക്ക് പിന്നിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് എന്ന് തന്നെ പറയാം. ചെറിയ കുട്ടിയായിരിക്കെ തന്നെ മിക്ക ആളുകളുടെയും മനസ്സിൽ കുടിയേറ്റം എന്ന മോഹം ഉണ്ടാവും. ഇവിടെ കേരളത്തിൽ ഒരു ക്ലാസ് റൂമിൽ പോയി വലുതായാൽ നിങ്ങൾക്ക് എന്താകണമെന്ന് ചോദിച്ചാൽ ഡോക്ടർ, ടീച്ചർ, എഞ്ചിനീയർ, കലക്ടർ എന്നൊക്കെയാവും കുട്ടികൾ പറയുക. ഇതേ ചോദ്യം പഞ്ചാബിലോ ഹരിയാനയിലോ പോയി ഒരു ക്ലാസ് റൂമിൽ പോയി ചോദിച്ചാൽ കാനഡ പോകണം, അമേരിക്ക പോകണം, UK പോകണം എന്നൊക്കെയാവും കുട്ടികൾ പറയുക. പാവപ്പെട്ട വീട്ടിലെ കുട്ടികൾക്കൊക്കെ രക്ഷിതാക്കൾ കൊടുക്കുന്ന ഉപദേശം നീ അമേരിക്കയിൽ പോയി രക്ഷപ്പെടണം, അല്ലെങ്കിൽ കാനഡയിൽ പോയി രക്ഷപ്പെടണം, UK പോയി പച്ച പിടിക്കണം എന്നൊക്കെയാണ്. 20ാം നൂറ്റാണ്ടിന്റെ ആരംഭം മുതൽ പഞ്ചാബിലെ പ്രവാസികൾ പ്രധാനപ്പെട്ട എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളിലും അതുപോലെ അമേരിക്കയിലും കാനഡയിലും ഒക്കെ ഉണ്ട്. ഇവർ ഒരുതരം ചെയിൻ മൈഗ്രേഷനെ സഹായിക്കുന്നു. കാലിഫോർണിയ പോലുള്ള സംസ്ഥാനങ്ങളിലെ ഔദ്യോഗികമായ സിഖ് കമ്മ്യൂണിറ്റികളൊക്കെ ഈ പരിപാടിക്ക് അനൗപചാരികമായി പിന്തുണ നൽകുന്നുണ്ട്. ഇത്തരം ആളുകൾ ചേർന്ന് ഇല്ലീഗൽ മൈഗ്രേഷന് വേണ്ടിയുള്ള ഏജൻസികൾ വരെ നടത്തുന്നുണ്ട്. ഈ മനുഷ്യക്കടത്തുകാർ എന്ന് വിളിക്കാവുന്ന ഏജന്റുകൾ ഈ നെറ്റ്വർക്കുകളെയാണ് ഉപയോഗിക്കുന്നത്. മെക്സിക്കോ വഴിയുള്ള ഇല്ലീഗലായുള്ള റൂട്ടുകൾക്ക് $20,000 ഒക്കെയാണ് അവർ കുറഞ്ഞത് ചാർജ് ചെയ്യുന്നത്. അതായത് ഇന്ത്യൻ രൂപയിൽ നോക്കുകയാണെങ്കിൽ കുറഞ്ഞത് 17 ലക്ഷം കൊടുക്കണം. ഏറ്റവും ഭീകരമായ റിസ്ക് എടുത്ത് വേണം ഈ റൂട്ടിലൂടെ പോകാൻ. ജീവന് പോലും ഒരു ഗ്യാരണ്ടിയും ഇല്ല എന്നുകൂടി ഓർക്കുക. അതേസമയം സൗത്ത് ഇന്ത്യയിലൊന്നും ഇങ്ങനെയുള്ള ഏജൻസികളോ ഏജന്റുമാരോ ഒന്നും ഇല്ലെന്ന് തന്നെ പറയാം. ഇവിടെ നിന്നും ഭൂരിപക്ഷം പേരും പോകുന്നത് എംപ്ലോയർ സ്പോൺസർ ചെയ്യുന്ന വിസ വെച്ചാണ്. അതായത് H1B, അതല്ലെങ്കിൽ ഫാമിലി വിസ.
കേരളത്തിന്റെയൊക്കെ ഒരു ഗൾഫ് മൈഗ്രേഷൻ പാരമ്പര്യമൊക്കെ ഇവിടെയുള്ള ആളുകളെ നിയമപരമായ വിസകൾ മാത്രം ഉപയോഗിച്ച് മറ്റൊരു രാജ്യത്തേക്ക് പോകണം എന്നൊക്കെയുള്ള ഒരു മിനിമം ബോധം നൽകാൻ ഏറെ സഹായിക്കുന്നുണ്ട് എന്നത് ഒരു വസ്തുത തന്നെയാണ്. കേരളം ഉന്നത വിദ്യാഭ്യാസത്തിനും ഗൾഫ് മൈഗ്രേഷനും മുൻഗണന നൽകുന്നു. തമിഴ്നാടും അതേ പാതയിൽ തന്നെ. അവിടെ സിംഗപ്പൂർ, മലേഷ്യ മൈഗ്രേഷനാണ് കൂടുതൽ പ്രാധാന്യം. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നൊക്കെ ഉള്ള യുവാക്കൾ അപകടകരമായ ഡോങ്കി റൂട്ടൊക്കെ പിടിച്ച് അമേരിക്കയിലേക്ക് പോകുന്ന പരിപാടിയൊന്നും ഇല്ല. ഹൈദരാബാദ്, ബംഗളൂരു പോലുള്ള IT ഹബ്ബുകളിൽ നിന്നും കോർപ്പറേറ്റ് ചാനലുകളിലൂടെ യുവ പ്രൊഫഷണലുകൾ നിയമപരമായി തന്നെ മൈഗ്രേഷൻ നടത്തുന്നു. അമേരിക്കയിലുള്ള അനധികൃത കുടിയേറ്റക്കാരെ ചങ്ങലക്കിട്ട് തിരികെ കൊണ്ടുവന്നാലൊന്നും ഈ പ്രശ്നം അവസാനിക്കില്ല എന്നതാണ് വസ്തുത. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളുടെ വിദ്യാഭ്യാസ നിലവാരം, അടിസ്ഥാന സൗകര്യം, ജീവിത സാഹചര്യം എന്നിവയൊക്കെ വികസിപ്പിക്കുക തന്നെ വേണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോ സംബന്ധിച്ച നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. വാർത്താ നെക്സ്റ്റിന്റെ എല്ലാ വീഡിയോയും മറക്കാതെ കാണാൻ നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ.